യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനെന്ന് പറയുന്നു. അവന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴല് പോലുമില്ല. മാറ്റങ്ങളുള്ളത് മനുഷ്യരിലാണ്. നമ്മൾ ഇന്നൊന്ന് വിശ്വസിക്കും, നാളെ മറ്റൊന്ന് വിശ്വസിക്കും. ഇന്നൊന്ന് കാണും, നാളെ മറ്റൊന്ന് കാണും. അങ്ങനെ നമ്മുടെ മനസ്സിന് ചാഞ്ചല്യം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ യേശുവിലുള്ളൊരു ജീവിതം നമ്മളെന്നും അവനോടൊത്ത് ജീവിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് അവനുമായി ജീവിക്കുന്നത്? അവൻ നമ്മളെ പണിതുയർത്തുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? ഏത് കാരണവശാലാണ് അങ്ങനെ സംഭവിക്കുന്നത്? വചനം യേശുവാണ്. ആ വചനത്തിൽ നമ്മൾ വേരൂന്നി അടിസ്ഥാനപ്പെടുമ്പോൾ കർത്താവിന് നമ്മളെ പണിയുവാൻ എളുപ്പമാണ്. നമ്മളെ അങ്ങനെ പണിതുയർത്തുക തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നന്ദി പറയുവാൻ മാത്രമേ നമ്മുടെ